ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോ വാലിഡിറ്റിനെ കുറിച്ച് പറയാനാണ്. ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് എടുക്കാൻ പ്ലാൻ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ പേര് ഇപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരായിരിക്കും. ഇഗ്നോയിലൊരു ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡ് ആവോ, അത് ഇനിയിപ്പം ഫ്യൂച്ചർ സ്റ്റഡീസിന് ഹെൽപ്ഫുൾ ആവുമോ, അതോ ഇനിയൊരു ജോലി നോക്കുന്ന സമയത്ത് ഇത് വാലിഡ് അല്ല പറയുമോ, അങ്ങനെ ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇഗ്നോ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. 1985 സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം നമ്പർ 1 ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ A++ അക്രഡിയേഷൻ ഫ്രം NACC കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് നമ്മൾ ഇഗ്നോ എന്ന് പറയുന്നത്. 46,30,430 സർട്ടിഫിക്കറ്റ്സ് അവാർഡഡ് ആണ് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഇതിൽ പഠിച്ച വാലിഡാണോ? വാലിഡാണ്. നിങ്ങൾ നോർമലി ഒരു കോളേജിൽ പോയിട്ട് പഠിക്കുന്ന ആ ഒരു വാലിഡിറ്റി നമ്മൾ ഇഗ്നോയിലുണ്ട്. പിന്നെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ എന്തു ചെയ്യും, ഡിസ്റ്റൻറ്റ് ലേണിംഗ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ റെയർ കേസുകളിൽ മാത്രമാണ് നമ്മൾ ഇഗ്നോ വാലിഡ് അല്ലാത്തതുള്ളൂ. അതും അപൂർവം മാത്രമാണ് അങ്ങനത്തെ കേസുകൾ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു ഫർദർ സ്റ്റഡീസ്, ഇപ്പം UG നോക്കാനോ അല്ലെങ്കിൽ വേറെ PhD എടുക്കാനോ അതല്ലെങ്കിൽ അബ്രോഡ് പോയി പഠിക്കാനോ ഈ കോഴ്സ് എന്താണ്, നമ്മുടെ ഇഗ്നോയിലുള്ള കോഴ്സ് വാലിഡാണ്. അതിപ്പം ഡിപ്ലോമ ആയിക്കോട്ടെ, UG ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, എല്ലാ കോഴ്സിനും ഇതേപോലെ തന്നെയാണ്. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഇഗ്നോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെൻറ് ജോലി നോക്കുന്നവർക്കാണെങ്കിലും എന്താണ്, ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. PSC UPSC പോലുള്ള എക്സാമിന് ഇത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പം നമ്മളിവിടെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇത് ഓപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു നോർമൽ സ്റ്റുഡൻ്റ് അല്ല, നിങ്ങൾക്ക് നിങ്ങളെ പഠനം കുറേ കാലത്തോട്ട് നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾക്ക് പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. പ്രായഭേദമന്യേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരിതാണ് ഇഗ്നോയിൽ നമ്മളെ ഇഗ്നോ കോഴ്സ്. അതേപോലെ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരാണ്, ഫോർ എക്സാമ്പിൾ CA CMA CCA ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ അല്ലെങ്കിൽ അതിനോട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇതും കൂടിയാണ് നമ്മുടെ ഇഗ്നോ എന്ന് പറയുന്നത്. ഇനി എന്തല്ല, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങൾ UG മാത്രം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയവരാണെങ്കിൽ PG കൂടി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോലീൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഇഗ്നോ കോഴ്സുകൾ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നില്ലെങ്കിൽ വർഷത്തിൽ അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ എക്സാം മാത്രം പോയി എഴുതിയാൽ മതി, നമുക്ക് റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്കൊരു ഫുൾ ടൈം നമ്മളതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളാണ്. ഏകദേശം 333 പ്രോഗ്രാംസ് നമ്മൾ ഇഗ്നോ ഓഫർ ചെയ്യുന്നുണ്ട്. അത്രയും വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ് ഇപ്പം നിലവിലുണ്ട്. അതുപോലെ ഡിപ്ലോമ ആയിട്ടും UG ആയിട്ടും PG ആയിട്ടും സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇഗ്നോനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് ചോദിച്ചാലും മതി. ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.